വയനാട് ഇരുളത്തെ കാട്ടാനെ നമ്മളെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. കാരണം അതിന് പരിക്കൊന്നും ഇല്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. നേരത്തെ മുടന്തുള്ളതാണ്. അതല്ലാതെ മറ്റു പരിക്കൊന്നുമില്ല. വെള്ളക്കുഴിയിൽ ഇറങ്ങി നിന്നേ ഉള്ളൂ. അപ്പോൾ പരിശോധന പൂർത്തിയാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തു. അതിന് ഏതെങ്കിലും തരത്തിൽ പുതുതായി പരിക്കൊന്നും ഏറ്റിട്ടില്ല. അത് നേരത്തെ തന്നെ ഉള്ള ഒരു മുടന്താണ്. അതിപ്പോഴും ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ സുർജിത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, അപ്പോൾ ആനയ്ക്ക് ഈ സമയത്ത് പരിക്കൊന്നും ഏറ്റതല്ല, നേരത്തെ മുടന്തുള്ള ഒരു ആന തന്നെയാണല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അതിനെ നേരത്തെ കണ്ടെത്താൻ കഴിയാത്തതാണോ? അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതായിരിക്കുമോ? ആനയാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ചെതലയം റേഞ്ച് ഓഫീസർ ആയിട്ടുള്ള രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പരിശോധിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗഫൂർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവർ പരിശോധന പൂർത്തിയാക്കി. പക്ഷേ ആന ഈ നേരത്തെ അങ്ങനെ പരിക്കല്ലാതെ മുടന്താണ്, അംഗവൈകല്യമാണ്. ആ ആന ഈ വനമേഖലയിൽ തന്നെ ഉണ്ട്. ഇത് വനമേഖലയിൽ ഒരു കുഴിയോട് ചേർന്നാണ് ഈ ആന ഉണ്ടായിരുന്നത്. കാലിന് വലിയ രീതിയിൽ നീർക്കെട്ടുള്ള പോലെ തോന്നി. സ്വാഭാവികമായും ആളുകൾ അതിന് ചിത്രം പകർത്തി. അതിനുശേഷമാണ് ഈ വിവരം അറിയിക്കുന്നത്. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഈ നാട്ടുകാർ തന്നെയാണ് വിവരം അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പരിശോധന പൂർത്തിയാക്കി. ആന ഇപ്പോൾ വനമേഖലയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്കില്ല എന്നുള്ള സ്ഥിരീകരണമാണ് ചെതലയം റേഞ്ച് ഓഫീസറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, ജന്മനാവുള്ള മുടന്തോ അല്ലെങ്കിൽ ഏതോ സമയത്തുണ്ടായ മുടന്ത്, അതായത് വെള്ളക്കുഴിയിൽ കുറെ സമയം നിൽക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പരിക്കുണങ്ങളാണല്ലോ ഈ ആന വെള്ളത്തിൽ കുറെ നേരം നിൽക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ചൂടൊക്കെയാണ് കുറച്ച് സമയമായിട്ട് ഇറങ്ങി നിന്നേനെ. അങ്ങനെ ആയിരിക്കണം. അതെ, ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയായിട്ട് പോയി.